മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പട്ടയ വിതരണത്തിന് സർവകാല റെക്കോർഡ് സൃഷ്ടിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചതായി കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ. ജില്ലാ ആസൂത്രണ സമിതി യോഗത്തിൽ 20 ഗ്രാമപഞ്ചായത്തുകളുടെ 2026-27 വാർഷിക പദ്ധതിക്ക് അംഗീകാരം നൽകി. 2025-26 സാമ്പത്തിക വർഷത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതി ഫണ്ട് വിനിയോഗത്തിൽ 53.94% വാർഷിക പദ്ധതി വിഹിതം ചെലവഴിച്ച് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനത്തെത്തി. മലപ്പുറം ജില്ലയുടെ പുതിയ കളക്ടറായി ഡോക്ടർ വിനയ് ഗോയൽ ഫെബ്രുവരി 27 രാവിലെ 10 ചുമതലയേൽക്കും. കളക്ടറായ VR വിനോദിന് റവന്യൂ വകുപ്പിൽ ജോയിന്റ് കമ്മീഷണറായി സ്ഥലം മാറ്റം ലഭിച്ച ഒഴിവിലേക്കാണ് നിയമനം. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കണ്ണൂരിൽ KSU പ്രവർത്തകർ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് CPIM നിലമ്പൂർ ലോക്കൽ കമ്മിറ്റി ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. DYFIയുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. നിലമ്പൂർ പയ്യാമ്പള്ളിയിൽ ഒരാൾ കിണറ്റിൽ വീണ് മരിച്ചു. പയ്യാമ്പള്ളി തെറ്റത്ത് ഗണേശനാണ് കിണറ്റിൽ വീണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. വാർത്തകൾ വിശദമായി. പട്ടയ വിതരണത്തിൽ സർവകാല റെക്കോർഡ് സൃഷ്ടിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചതായി കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന സംസ്ഥാന സർക്കാർ ലക്ഷ്യത്തിന്റെ ഭാഗമായി റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല പട്ടയ വിതരണ പരിപാടിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പട്ടയ വിതരണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയിൽ ഇന്ന് 3342 പട്ടയങ്ങളാണ് നമ്മൾ വിതരണം ചെയ്യുന്നത്. അതിൽ അഞ്ചൽ ലാൻഡ് ട്രിബ്യൂണൽ 1250, തിരൂർ ലാൻഡ് ട്രിബ്യൂണൽ 1288, തിരുവരങ്ങാടി ലാൻഡ് ട്രിബ്യൂണലിൽ പെട്ടുന്ന 503, മലപ്പുറം ദേവസ്വം ട്രിബ്യൂണൽ 77, ഭൂപതിവ് ചട്ടപ്രകാരമുള്ള 27 പട്ടയങ്ങളും സുനാമി ഭൂമി നഷ്ടപ്പെട്ടവർക്ക് ലഭിച്ച ഭൂമിയുടെ പട്ടയങ്ങളിൽ 4 എണ്ണവും 10 ലക്ഷം പട്ടയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 9 അടക്കം 3342 പട്ടയങ്ങൾ. എനിക്ക് തോന്നുന്നു പട്ടയങ്ങളുടെ ചരിത്രം തന്നെ എടുത്താൽ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പട്ടയങ്ങൾ ഏറ്റവും കുറഞ്ഞ കാലത്തിനിടയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു. 3342 പേർക്ക് പട്ടയം വിതരണം ചെയ്യുന്ന മലപ്പുറം പട്ടയ വിതരണത്തിൽ സംസ്ഥാനത്ത് തന്നെ മുന്നിട്ട് നിൽക്കുന്നു. SIR പ്രവർത്തനങ്ങൾക്കിടയിലും പട്ടയ വിതരണത്തിന് ജീവനക്കാരുടെ ശ്രമം ഉണ്ടായതുകൊണ്ടാണ് ജില്ലയിൽ ഇത്രയും പട്ടയങ്ങൾ നൽകുവാൻ കഴിഞ്ഞത്. പട്ടയ വിതരണ ചരിത്രത്തിൽ കുറഞ്ഞ കാലം കൊണ്ട് കൂടുതൽ പട്ടയം നൽകുവാൻ ജില്ലയ്ക്ക് സാധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. തൃശൂരിൽ വെച്ച് നടന്ന പട്ടയ വിതരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. പരിപാടിയിൽ റവന്യൂ മന്ത്രി K രാജൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ VR വിനോദ് സ്വാഗതം പറഞ്ഞു. P ഉബൈദുള്ള MLA, മഞ്ഞളാംകുഴി അലി MLA എന്നിവർ സംസാരിച്ചു. ഡെപ്യൂട്ടി കളക്ടർ LR VT ഖോളി നന്ദി പറഞ്ഞു. ADM K ദേവകി, വാർഡ് കൌൺസിലർ ഷബ്ന മൻസൂർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു. ജില്ലാ ആസൂത്രണ സമിതി യോഗത്തിൽ 20 ഗ്രാമപഞ്ചായത്തുകളുടെ 2026-27 വാർഷിക പദ്ധതിക്ക് അംഗീകാരം നൽകി. 2025-26 സാമ്പത്തിക വർഷത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതി ഫണ്ട് വിനിയോഗത്തിൽ 53.94% വാർഷിക പദ്ധതി വിഹിതം ചെലവഴിച്ച് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനത്തെത്തി. വാർഷിക പദ്ധതി വിഹിതം ചെലവിൽ സംസ്ഥാന തലത്തിൽ കൂട്ടിലങ്ങാടി ഗ്രാമപഞ്ചായത്ത് 8ാം സ്ഥാനത്തും വളാഞ്ചേരി മുനിസിപ്പാലിറ്റി 6ാം സ്ഥാനത്തും വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് 3ാം സ്ഥാനത്തുമാണ്. കൂട്ടിലങ്ങാടി, പൊന്മുണ്ടം, കാവന്നൂർ, പെരുവള്ളൂർ, കണ്ണമംഗലം, പുളിക്കൽ, താഴെക്കോട്, ആനക്കയം, ചേലേമ്പ്ര, ആലംകോട്, കുറുവ, വാഴക്കാട്, തലക്കാട്, കൽപ്പകഞ്ചേരി, തൃക്കലങ്ങോട്, നന്നമുക്ക്, വണ്ടൂർ, തവനൂർ, വാഴയൂർ, കരുവാരക്കുണ്ട് എന്നീ ഗ്രാമപഞ്ചായത്തുകളുടെ 2026-27 വാർഷിക പദ്ധതികൾക്കാണ് ജില്ലാ ആസൂത്രണ സമിതി യോഗം അംഗീകാരം നൽകിയത്. ജില്ലയിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന ജില്ലാ ആസൂത്രണ സമിതിയുടെ മെമ്പർ സെക്രട്ടറി കൂടിയായ
ജില്ലാ കളക്ടർ വി ആർ വിനോദിന് യോഗത്തിൽ ജില്ലാ ആസൂത്രണ സമിതി സമുചിതമായ യാത്രയയപ്പ് നൽകി. യോഗത്തിൽ ജില്ലാ ആസൂത്രണ സമിതി ചെയർപേഴ്സണും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ PA ജബ്ബാർ ഹാജി, ജില്ലാ കളക്ടർ വി ആർ വിനോദ്, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ TV ഷാജു, തദ്ദേശ ഭരണ സ്ഥാപന അധ്യക്ഷന്മാർ, സെക്രട്ടറിമാർ, ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. മലപ്പുറം ജില്ലയുടെ പുതിയ കളക്ടറായി ഡോക്ടർ വിനയ് ഗോയൽ ഫെബ്രുവരി 27 രാവിലെ 10 ചുമതലയേൽക്കും. കളക്ടറായ വി ആർ വിനോദിന് റവന്യൂ വകുപ്പിൽ ജോയിന്റ് കമ്മീഷണറായി സ്ഥലമാറ്റം ലഭിച്ച ഒഴിവിലേക്കാണ് നിയമനം. 2016 ബാച്ച് IAS ഉദ്യോഗസ്ഥനായ ഡോക്ടർ വിനയ് ഗോയൽ ഹരിയാന സ്വദേശിയാണ്. നിലവിൽ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് ജോയിന്റ് ഡയറക്ടറും ദേശീയ ആരോഗ്യ ദൌത്യം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറും കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടറും ഹെൽത്ത് കേരള പ്രൊജക്ട് ഡയറക്ടറുമാണ്. തിരുവല്ല സബ് കളക്ടറായും തിരുവനന്തപുരം ജില്ലാ ഡെവലപ്മെന്റ് കമ്മീഷണറായും പ്രവർത്തിച്ചു. കേരള റോഡ് ട്രാൻസ്പോർട്ട് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടറായും പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടറായും കേരള സ്റ്റേറ്റ് ഹൌസിംഗ് ബോർഡ് സെക്രട്ടറിയായും സ്മാർട്ട് സിറ്റി തിരുവനന്തപുരം CEO ആയും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഹരിയാനയിലെ റോഹ്തക് PG IMSൽ നിന്നും MBBS ബിരുദം നേടിയ അദ്ദേഹം അമേരിക്കയിലെ ജോൺസ് ഹോപ്കിൻസ് സർവകലാശാലയിൽ നിന്നും പൊതുജനാരോഗ്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. ഡോക്ടർ അനുഭൂതി ആണ് ഭാര്യ. 4 വയസ്സുള്ള അഭിശ്രീ മകളാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കണ്ണൂരിൽ KSU പ്രവർത്തകർ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് CPIM നിലമ്പൂർ ലോക്കൽ കമ്മിറ്റി ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കേരളത്തിന്റെ നഗരപ്രദേശങ്ങളും തെരുവുകളുമാകെ പ്രതിഷേധത്തിന്റെ അലറികൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിന്റെ പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രിയെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഔദ്യോഗിക പരിപാടികൾ കഴിഞ്ഞുകൊണ്ട് യാത്ര ചെയ്യാൻ വന്ന റെയിൽവേ സ്റ്റേഷനിൽ വെച്ചുകൊണ്ട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ ഗുണ്ടാത്തലവനുമായ VD സതീശന്റെ നിർദ്ദേശപ്രകാരം KSUവിന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടകൾ കായികമായി ആക്രമിക്കപ്പെട്ടുകൊണ്ട് കഴുത്തിനും കയ്യിനും പരിക്കേറ്റുകൊണ്ട് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ICU യൂണിറ്റിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയെ. ലോക്കൽ സെക്രട്ടറി VC ശ്രീധരൻ, ഏരിയ സെന്റർ അംഗം കക്കാടൻ റഹീം, ഏരിയ കമ്മിറ്റി അംഗം T ഹരിദാസൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ UT ദീപക്, ഇസ്മായിൽ, N വേലിക്കുട്ടി, അഡ്വക്കേറ്റ് ജെയ്സൺ എബ്രഹാം എന്നീ നേതാക്കൾ പ്രകടനത്തിന് നേതൃത്വം നൽകി. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ KSU പ്രവർത്തകർ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് DYFIയുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. DYFI നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ പ്രകടനം DYFI ബ്ലോക്ക് സെക്രട്ടറി അരുൺദാസ് ഉദ്ഘാടനം ചെയ്തു. നിരന്തരമായി നുണ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ നുണകളെല്ലാം ജനങ്ങൾ പുച്ഛിച്ചു തള്ളിയപ്പോൾ VD സതീശന്റെ ഗുണ്ടാ സംഘം, കനകോലുവിന്റെ ഗുണ്ടാ സംഘം ഇന്ന് കായികമായി അക്രമത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത് തികച്ചും പ്രതിഷേധാർഹമാണ്. ഈ കായിക അക്രമത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള യുവജന പ്രസ്ഥാനം DYFI ഈ മണ്ണിലുണ്ട് എന്ന് KSUവിനെ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരത്തിലേക്ക് തള്ളിവിടുന്ന കോൺഗ്രസ്, VD സതീശൻ ആലോചിക്കണമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിരോധം തീർത്തുകൊണ്ട് DYFI മുന്നോട്ട് പോകും. P ദീപക്, പ്രജിത് KA, അഡ്വക്കേറ്റ് ബീൻഷ PT, ലെനിൻ സ്വരാജ്, കിരൺ ദാസ്, സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ KSU പ്രവർത്തകർ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് LDF ചാലിയാർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. M വിശ്വനാഥൻ, കല്ലിങ്ങൽ മുസ്തഫ, M ജനാർദ്ദനൻ, PT ഉസ്മാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നിലമ്പൂർ പയ്യമ്പള്ളിയിൽ ഒരാൾ കിണറ്റിൽ വീണു മരിച്ചു. പയ്യമ്പള്ളി തെറ്റത്ത് ഗണേശനാണ് കിണറ്റിൽ വീണു മരിച്ചത്. 58 വയസ്സായിരുന്നു. നിലമ്പൂരിൽ നിന്നുള്ള അഗ്നിരക്ഷാസേന സ്റ്റേഷൻ ഓഫീസർ ബാബുരാജിന്റെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ TK നിഷാന്ത് റോപ്പിന്റെ സഹായത്തിൽ കിണറ്റിലിറങ്ങി റോപ്പും നെറ്റും ഉപയോഗിച്ച് ആളെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു. എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അനു എസ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ V ഫിറോസ്, A ശ്രീരാജ്, K മനേഷ്, M ജ്യോതിഷ്, TS അഖിൽ, ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവർ M ഫസലുള്ള, ഹോംഗാർഡ് M ഉണ്ണികൃഷ്ണൻ എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. ഭാര്യ രജനി, മക്കൾ രേഷ്മ, ഗ്രീഷ്മ, മരുമക്കൾ ഉണ്ണികൃഷ്ണൻ, ബെഞ്ചമിൻ. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ST വയോജനങ്ങൾക്ക് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് കാരപ്പുറം ഡിവിഷനിലെ തീക്കടി നഗറിൽ നടന്നു. മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ഹഫ്സത്ത് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജസ്മൽ പുതിയറ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് മെമ്പർ ഓസുമ ടീച്ചർ, ഡോക്ടർ വിജിൻ, ഡോക്ടർ അശ്വതി സുദീപ്, TN സന്തോഷ്, ഷാജഹാൻ K, സുമയ്യ,
രത്തിക്ക എന്നിവരും ഊര് നിവാസികളും പങ്കെടുത്തു. അമൽ സാംസ്കാരിക പഠന കേന്ദ്രം, അറബി വിഭാഗം, വിദ്യാർത്ഥി യൂണിയൻ, സ്റ്റാഫ് ക്ലബ്, മൈലാടി മഹല്ല് കമ്മിറ്റി എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയുടെ 2ാം ദിനം അമൽ കോളേജ് മാനേജറും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗവുമായ PV അലി മുബാറക് ഉദ്ഘാടനം ചെയ്തു. മതദർശനങ്ങളെയും ധാർമ്മിക സംഹിതകളെയും പുതിയ ലോകം പഴഞ്ചനായി കാണുന്നത് വലിയ അപകടം സൃഷ്ടിക്കുമെന്ന് അമൽ റംദാൻ ടോക്ക് സീരീസ് അഭിപ്രായപ്പെട്ടു. സാമൂഹ്യ ആവാസ വ്യവസ്ഥയെ സംരക്ഷിച്ചു പോന്നതിൽ മതദർശനങ്ങളുടെ പങ്ക് അനൽപമാണെന്നും പരിപാടി അഭിപ്രായപ്പെട്ടു. പ്രശസ്ത കൌൺസിലറും ഫറൂഖ് ട്രെയിനിംഗ് കോളേജ് അധ്യാപകനുമായ ഡോക്ടർ ജൌഹർ മുനവ്വർ മുഖ്യ സന്ദേശം നൽകി. കോർഡിനേറ്റർ ഡോക്ടർ CH അലി ജാഫർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ KP മുഹമ്മദ് ബഷീർ, COO VK അബ്ദുൽ ഖാദർ, M മൻസൂർ, നാലകത്ത് വീരാൻകുട്ടി, TP അഹമ്മദ് സലീം, ഡോക്ടർ KP ഷഹല, P ബിൻഷാദ് എന്നിവർ സംസാരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.